പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ പ്രത്യേകിച്ചും ഈ നവംബർ മാസത്തിൻ്റെ 14-ാം തീയതി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും തലമുറയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അങ്ങയുടെ കരുണയ്ക്കായി കർത്താവെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളും ഞങ്ങളുടെ ബലികളും സ്വീകരിച്ച് ഈ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ 14-ാം തീയതി നവംബർ 14-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് നമ്മൾ ഓർക്കാത്ത ഒരു മേഖലയാണ്. ജനിക്കുന്നതിന് മുൻപേ മരിച്ചുപോയ, ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില രോഗാവസ്ഥകൾ, ചില വളർച്ചക്കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുമ്പോഴുള്ള ചില അസ്വസ്ഥതകൾ മൂലം ഈ കുഞ്ഞുങ്ങൾക്ക് ജനിക്കാൻ കഴിഞ്ഞിട്ടില്ല, ലോകം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുമല്ലെങ്കിൽ പിന്നെ അബോർഷനിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ജീവിക്കാനായിട്ട് ഉള്ള അവരുടെ ആ അവകാശം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട് ഗർഭചിത്രത്തിലൂടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയുള്ള മക്കൾ രക്ഷിക്കപ്പെടുമോ? സഭ നമ്മളെ എന്തു പഠിപ്പിക്കുന്നു എന്നൊക്കെ ഈ ദിവസം നമ്മൾ ഒന്ന് ചിന്തിക്കുകയും, ഇപ്രകാരം മരണം മൂലം വേർപിരിഞ്ഞു പോയ ആ മക്കള്, അവർക്കും ദൈവം ആത്മാവിനെ നൽകിയിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ ആ കുഞ്ഞുങ്ങൾക്കും ദൈവം ആത്മാവിനെ നൽകിയിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിന്റെ 139-ാം സങ്കീർത്തനം, അതിന്റെ 13-ാം വാക്യം ഇങ്ങനെയാ പറയണത്: അവിടുന്ന് എന്റെ അന്തരംഗത്തിന് രൂപം നൽകി, എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. 16-ാം വാക്യത്തില് 139-ാം സങ്കീർത്തനം അതിന്റെ 16-ാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുകയാണ്: എനിക്ക് രൂപം നൽകുന്നതിന് മുൻപേ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. ദൈവം ഒരു ആത്മാവിനെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലയാവർത്തി വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ദൈവം ജെറമിയായോട് പറഞ്ഞ വാക്കുകളാണ്. ഇപ്രകാരം പറയുകയാണ്: മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഓർക്കുക, ദൈവം ഓരോ വ്യക്തിയെയും എത്രത്തോളം കരുതലോടെയാണ് കാണുന്നത്. ജനിക്കുന്നതിന് മുൻപ് തന്നെ, ഒരു കുഞ്ഞ് അത് പൂർണ്ണരൂപം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഒരു വ്യക്തിയുടെ ആത്മാവിനെ അത്രയേറെ വിലമതിക്കുകയാണ്. നമ്മള് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് 49-ാം അധ്യായം 15-ാം തിരുവചനം എടുത്ത് വായിക്കുമ്പോഴും കാണുന്നുണ്ട്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇപ്രകാരം ജനിക്കാതെ പോയ ഒരു കുഞ്ഞ് മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. മാമോദീസയിലൂടെയാണല്ലോ ഉത്ഭവ പാപമൊക്കെ നീക്കപ്പെടുന്നതും നമ്മള് സ്വർഗത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ ആ ദൈവിക ഛായ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നതും, അതുപോലെ തന്നെ നമുക്ക് പ്രസാദവരത്താൽ നിറയാനായിട്ട് സാധിക്കുന്നതും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 1250-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: അധപ്പതിച്ച മനുഷ്യപ്രകൃതിയോടും ഉത്ഭവ പാപത്തിന്റെ കളങ്കത്തോടും കൂടി ജനിക്കുന്നവരാകയാൽ കുട്ടികൾക്കും മാമോദീസായിലുള്ള പുതിയ ജനനത്തിന്റെ ആവശ്യമുണ്ട്. അന്ധകാരത്തിന്റെ ശക്തികളിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുവാനും എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിന്റെ മണ്ഡലത്തിലേക്ക് നയിക്കപ്പെടാനും ആയിട്ടാണിത്. അപ്പൊ മാമോദീസായിലൂടെ നമ്മള് ദൈവത്തിന്റെ മക്കളായിട്ട് മാറുകയാണ്. അതിലൂടെയാണ് നമുക്ക് ആ സ്വർഗീയമായ പ്രകാശം നമുക്ക് ലഭിക്കുന്നതെന്ന് ഈ ഒരു പോയിന്റിലൂടെ, ഈ ഒരു ഖണ്ഡികയിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ മാമോദീസ സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? അവർ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരുപക്ഷെ ഭ്രൂണഹത്യയിലൂടെ മാതാപിതാക്കന്മാര് കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് ചിലപ്പോ
ഉദരത്തിൽ വെച്ച് തന്നെ അവരെ പിന്നെ കൊന്നുകളയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർക്ക് അതേക്കുറിച്ച് ബോധ്യങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കും. ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അറിവുള്ളവർക്ക് ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെയോ അവരെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതുവഴിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്നാൽ തിരുസഭ നമ്മൾ പറയുകയാണ്, ഇങ്ങനെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവർക്ക് ദൈവം എന്താണ് നൽകുന്നത്. നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1261 ഇങ്ങനെ എഴുതുന്നു: മാമുദീസ സ്വീകരിക്കാതെ മരിക്കുന്ന ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള മൃതസംസ്കാര കർമ്മത്തിൽ ചെയ്യുന്നത് പോലെ അവരെ ദൈവത്തിന്റെ കാരുണ്യത്തിന് സമർപ്പിക്കാനേ സഭയ്ക്ക് കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യവും ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത് എന്ന് കർത്താവായ ഈശോ അവിടുത്തെ പറയാനായിട്ട് അവിടുത്തെ പ്രേരിപ്പിച്ച അവിടുത്തെ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവും മാമുദീസ കൂടാതെ മരിക്കുന്ന ശിശുക്കൾക്ക് രക്ഷയുടെ ഒരു മാർഗമുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ നമ്മെ അനുവദിക്കുന്നുണ്ട്. തിരുവചനത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ് കത്തോലിക്ക തിരുസഭ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. വിശുദ്ധ മാമുദീസായുടെ ദാനത്തിലൂടെ ക്രിസ്തുവിലേക്ക് വരുന്നതിൽ നിന്ന് കൊച്ചുകുട്ടികളെ തടയരുതെന്ന സഭയുടെ ആഹ്വാനം വളരെയേറെ അടിയന്തര സ്വഭാവമുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ് ദൈവത്തിന്റെ കരുണ. ദൈവം എല്ലാം അറിയുന്ന തമ്പുരാനാണ്. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ദൈവം ആ കുഞ്ഞിന് ഒരു ആത്മാവിനെ നൽകുന്നു, തന്റെ തന്നെ ആത്മാവിനെ നൽകുകയാണ്. എന്നാൽ ഈ ലോകം കാണാൻ കഴിയാതെ ആ കുഞ്ഞ് ദൈവത്തിന്റെ പക്കലേക്ക് തന്നെ മടങ്ങുകയാണ്. എന്നാൽ മാമുദീസായിലൂടെയാണ് പൂർണ്ണമായും ആ കുഞ്ഞ് സ്വർഗത്തിന് അവകാശിയായിട്ട് മാറുന്നതെന്ന് നമുക്കറിയാം. അതിനപ്പുറത്ത് ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കണമെന്ന് തിരുസഭയും നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ ആത്മാക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, കാരുണ്യ പ്രവൃത്തിയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ടു, തിരുസഭ എന്ന് പറയുന്നത് സ്വർഗീയ സഭയുടെയും അതുപോലെ സമരസഭയുടെയും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സഹന സഭയുടെയും കൂട്ടായ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇപ്രകാരം ഈ ലോകത്തിൽ നിന്നും ദൈവത്തിന്റെ പക്കലേക്ക് മരണം മൂലം വേർപിരിഞ്ഞു പോയ ആത്മാക്കൾ കുറവുകൾ ഉണ്ടെങ്കിൽ, അവർക്ക് പ്രസാദവരം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട് എന്ന് നമ്മൾ മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്. മക്കബായരുടെ പുസ്തകം 12-ാം അധ്യായത്തില് 45 തിരുവചനങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകതകൾ. അപ്പോ ബലികളും കാഴ്ചകളും അർപ്പിക്കുമ്പോൾ അതുമൂലം ആത്മാക്കൾക്ക് വിടുതൽ ലഭിക്കുന്നു എന്നൊക്കെ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എത്രത്തോളം ഒരു കുഞ്ഞിനെ കരുതലോടുകൂടെ സ്നേഹത്തോടുകൂടെ കാണുന്നു എന്ന് 39-ാമത്തെ സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം തിരുവചനത്തിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ദൈവം തന്റെ കുഞ്ഞുങ്ങളോടുള്ള അവിടുത്തെ വാത്സല്യം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവം അറിയുന്നു, ദൈവം കരുതലോടെ കാണുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് അനന്തമായ കാരുണ്യത്തിലേക്ക് ഈ മക്കളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയുടെ വേദന വളരെ വലുതാണ്. ഇപ്രകാരം വേദനിക്കുന്ന അമ്മമാരുണ്ട്. നിരാശയിലും ദുഃഖത്തിലും ഒക്കെ കഴിയുന്നവർക്ക് കർത്താവ് ആശ്വാസം നൽകട്ടെ. അതുപോലെ മരണം മൂലം വേർപിരിഞ്ഞു പോയ കുഞ്ഞുങ്ങൾ നിത്യാശ്വാസം സ്വീകരിക്കട്ടെ. ദൈവത്തിന്റെ മാലാഖമാരായിട്ട് മാറട്ടെ. അവർ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഈ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ കർത്താവിന്റെ കരുണയുടെ സമുദ്രത്തെ നമുക്ക് മുക്കിവെക്കാം, അതിൽ സമർപ്പിക്കാം. കർത്താവ് അവിടുത്തെ പ്രകാശത്തിന്റെ നാട്ടിലേക്ക്, അവിടുത്തെ ആ സ്നേഹത്തിന്റെ തികവിലേക്ക് മക്കളെ അവിടെ നയിക്കട്ടെ. ദൈവത്തെ കണ്ടാനന്ദിക്കാൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അതുവഴി ഈ കുഞ്ഞുങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറട്ടെ, വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള എല്ലാ പാപികളുടെയും തിരുസഭയിലുള്ള എല്ലാ പാപികളുടെയും എൻ്റെ കുടുംബത്തിലും തലമുറയിലുമുള്ള എല്ലാ പാപികളുടെയും മോചനത്തിനു വേണ്ടിയും വിടുതലിനു വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ.